കണ്ടോ ഗൈസ്, കൈമുറിഞ്ഞ് ചോര വലിക്കുന്ന കണ്ടോ? ഇതെങ്ങനെ സംഭവിച്ചാന്നോ? നമ്മളൊരുത്തൻ ഇച്ചിരി ഫീഡ് ചെയ്യാൻ നോക്കിയതാ, അവൻ തന്ന സമ്മാനമാണ്. അപ്പോൾ ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് അറിയണ്ടേ? നമ്മുടെ വീഡിയോയ്ക്കകത്തുണ്ട്. ബാ, എന്തോ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. കടിച്ചവൻ ചെറുതായിട്ടേ മുറിഞ്ഞിട്ടുള്ളൂ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് നിയോൺ എക്സോട്ടിക്സ്. അപ്പം നിങ്ങൾ നേരത്തെ തന്നെ ഇൻട്രോയ്ക്കകത്ത് കണ്ടു കാണുമല്ലോ, ഇവൻ എൻ്റെ കൈ കടിച്ച് മുറിച്ചായിരുന്നു. 2 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഫീഡൊന്നും കൊടുക്കാൻ ഇട്ടേക്കുമായിരുന്നു. ഒരു ഇച്ചിരി ഡയറ്റിൻ്റെ പേരിൽ ചെറുതായിട്ടൊന്ന് തലോടിക്കാൻ ചെന്നതാണ്. അവൻ എൻ്റെ കൈ കടിച്ച് മുറിച്ചു. വേദനയോ ഇതൊന്നും എടുക്കത്തില്ല, പക്ഷേ ആശ നല്ല ദേഷ്യത്തിലാണ്. അവൻ ഫീഡിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിവന് കുറച്ച് സാധനങ്ങൾ, ഒരു 3 വെറൈറ്റി സാധനങ്ങൾ നമ്മളിവന് കഴിക്കാൻ കൊടുക്കുവാണ്. ഇവനതൊക്കെ എടുക്കുമെന്ന് നോക്കാം. അപ്പം വേറൊന്നുമല്ല, ഇപ്പം നമുക്ക് രാത്രി ഒരു 7-7:30 ആയിട്ടുണ്ട്. നമ്മുടെ കുളത്തിൽ പോയി ഇവന് കഴിക്കാനുള്ള സാധനം നമ്മൾ പിടിക്കാൻ പോവുകയാണ്. അപ്പം ബാക്കി നമുക്ക് കുളത്തിൽ വെച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നല്ല രാത്രി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇച്ചിരി ക്ലാരിറ്റി ഒക്കെ കുറവായിരിക്കും. എന്തായാലും നമുക്ക് പോകാം. വേണ്ട, നമ്മുടെ വല റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ബക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുളത്തിലോട്ട് പോവാം. നമ്മൾ കുളത്തിൽ വന്നിട്ടുണ്ട്. ഇതാണ് കുളം. കാണാൻ പറ്റുന്നുണ്ടോ? എന്തായാലും നമുക്ക് കുളത്തിലോട്ട് ഇറങ്ങാം. കമോൺ. ഇത് നമ്മുടെ മൾബറിയുടെ ഇലയാണ്. ഗൗരാമിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇത് രാവിലെ ആകുമ്പോഴത്തേനും അവന്മാർ ഫിനിഷ് ആക്കും. അവിടെ കിടക്കട്ടെ. അപ്പം ഗൈസ്, ഇതാണ് നോക്കി, സിലോപ്പിയുടെ കുഞ്ഞുങ്ങൾ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഒരുത്തൻ. പക്ഷെ ഇവൻ സൈസ് ഇച്ചിരി വലുതാണ്. ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ തിന്നാൻ പറ്റത്തില്ല. കണ്ടോ 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 ഇതൊക്കെ ഇതിനകത്ത് ബ്രീഡായി കിടക്കുന്നതാണ്. ഇവന്മാരൊക്കെ വാഹയ്ക്ക് വലികെട്ടിനും ഭക്ഷണമായുള്ള ടീംസാണ്. ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഒരു തവളക്കുട്ടൻ ഇരിപ്പുണ്ട്. വേണ്ടിയിരിക്കുന്നു. തവള ഓടാ വേണ്ടി. ഇതിൻ്റെ അടിയിലോട്ട് നമ്മുടെ ഇവൻ കയറിയിട്ടുണ്ട്. മുഷി നോക്കട്ടെ, കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല, ഇതിൻ്റെ അടിയിലടിയിലായിട്ട് കയറി പോകാൻ തോന്നും. ഇല്ലില്ല, അവൻ എസ്കേപ്പായി. അതേണ്ട സിലോപ്പി ഇരിക്കുന്നു, കണ്ടില്ലേ? ചുമ്മാരെല്ലാം സൈസ് വലുതാണ്. നമുക്ക് ഗപ്പിയെ തപ്പിയെടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന്. ഗപ്പി ഇതേണ്ട് നമ്മുടെ റെഡ് സിലോപ്പിയും ബ്രീഡായി കിടപ്പുണ്ടല്ലേ? റെഡ് സിലോപ്പിയ, അവനും പോട്ടെ. നമുക്ക് ചെറുതിനെ തപ്പിയുണ്ട് ഗൈസ്. നമ്മുടെ വലിയ തവള, പച്ചത്തവളയുടെ കുഞ്ഞിരിക്കുന്നതുണ്ടോ? ഇവന്മാർ ഭയങ്കര ശല്യമാണ് കേട്ടോ. ഇവന്മാർ മീനെയൊക്കെ പിടിച്ച് ഇങ്ങനെ തിന്ന് കുശാലായിട്ട് ഇവിടെ നിൽക്കുക. ഇവന്മാർ കുറേ എണ്ണം ഇങ്ങനെ പെറ്റ് വരികിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ കുഞ്ഞൊരെണ്ണമാണ്. ഇവന്മാർ നല്ല സൈസ് വെക്കും. ഇനി കഴിക്കുന്നുണ്ടോ? ഓക്കെ, ചാടിപ്പോയി. കുറേ നേരം നോക്കിയിട്ട് ഒരു ഗപ്പിയെ കിട്ടിയിട്ടുണ്ട്, അവന് സൈസിന് പറ്റിയത്. സിലോപ്പി ഇഷ്ടത്തിനുണ്ട്, പക്ഷേ അവൻ്റെ വായിക്കകത്ത് കയറത്തില്ല. അത് കാരണം നമ്മൾ ഗപ്പിയെ തിരഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഗപ്പി ഉടനെ കിട്ടിയിട്ടുണ്ട്. അവനെ നമ്മൾ സൈഡിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എസ്കേപ്പായി കളിക്കുന്നുണ്ട്. ഓക്കെ,
അയ്യോ ചാടി. ഓക്കെ, ഇവനെ ഒന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല. നേരെ നമ്മൾ ബക്കറ്റിനകത്തോട്ടിടാം. അപ്പോൾ ഗൈസ് വേണ്ട നമ്മൾ കുറച്ച് നേരത്തെ തപ്പലിനൊടുവിൽ അങ്ങനെ അടുത്തവനെയും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കാണാവോ? അടിയിരിപ്പുണ്ട്. ഇവനെ നെറ്റിട്ട് പിടിച്ചാലേ പറ്റത്തുള്ളൂ. ഇവൻ കുളത്തിനകത്ത. കറ കറ കറ. കളറുള്ളൊരു തിലോപ്പിയുടെ കൊച്ചു തരുന്നു. ഓക്കെ, അവനെ കിട്ടിയിട്ടുണ്ട്. നോക്കി, കരയെ വെച്ചിട്ട് ഇവൻ്റെ കളർ കാണാം. നല്ല കൊണ്ട് നോക്കി, നല്ല നല്ല കളറുള്ള വെള്ളത്തെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു നല്ലൊരു കളറുള്ള ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. നോക്കി, കാണാവോ? ഞാൻ പിടിച്ച് കാണിക്കാവേ. ഇവൻ കറക്റ്റ് സൈസുമാണ്. കിട്ടി, കണ്ടില്ലേ? നമ്മൾ റെഡ് തിലോപ്പിയാണ്, പക്ഷെ ഒരു വൈറ്റിഷ് കളറാണ്. ഒരു ആൽബിനോയിസം ഇതിനുണ്ട്. വൈറ്റും ഫുള്ള് വൈറ്റാണ് അദ്ദേഹത്ത്. ഇതിനകത്ത് വെച്ച് കാണിക്കാം. കണ്ടില്ലേ? പ്യുവർ റെഡ് ഒന്നും അല്ല, ഇതെന്ന് വെച്ചാൽ ഓറഞ്ച് കളറല്ല, ഒരു വൈറ്റ് മിക്സ് ആയിട്ടുള്ളതാണ്. കണ്ടില്ലേ? നോക്കിയേ, ഇതാ നമ്മുടെ കുളം. കണ്ടില്ലേ? ഇതിൻ്റെ നമ്മുടെ ഒരു ചാനലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മളിത് വറ്റിക്കുന്നതിൻ്റെ. അപ്പുറത്തെ ചെറിയ കുളം, ഇത് നമ്മൾ വറ്റിച്ചിട്ടില്ല ഇതുവരെ. മറ്റേ ചെറിയ കുളം വറ്റിക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ മണ്ടേ കൊടുത്തേക്കാം, കാണേണ്ടവരതും കയറി കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ഇന്നത്തേക്ക് നമുക്കുള്ള മീനുകളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്നാൽ പിടിച്ച മീനുമായിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഓക്കെ. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ മീനെ പിടിച്ച് വന്നിരിക്കുകയാണ്. എല്ലാം കട്ട് ചെയ്താണ് നമ്മൾ പിടിക്കുന്നത് കാണിച്ചേക്കുന്നത്. ഫുൾ നേരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് 3 ഗപ്പിയും നമ്മൾ 3 തിലോപ്പിയ പിടിച്ചേക്കുന്നത്. കണ്ടില്ലേ? ഒരു തിലോപ്പിയ നല്ല ഓറഞ്ച് കളർ കറക്റ്റ്, മറ്റേത് ക്രോസ് ആയത് ബ്ലാക്കും ഇതൂടെ. ഇത് നല്ല ആൽബിനോ കളറിൽ. കണ്ടില്ലേ? 3 ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. 2 ഗപ്പിയും 1 2 3 ഗപ്പിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മളിന്ന് ഫീഡ് ചെയ്യാൻ പോകുന്നത്, കണ്ടില്ലേ, ഒരു ചെറിയൊരു തവളയുണ്ട്. ലൈഫ് ഫീഡ് കൊടുത്താലേ ഇവന്മാർക്ക് നല്ല കളറേഷൻ വരത്തുള്ളൂ. അതുപോലെ വെറൈറ്റി ഫുഡ്സും കൊടുക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് ഫീഡ് ചെയ്യാം. അവനെ ആകെ മൊത്തത്തിൽ വിശന്ന് വലഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഫീഡ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു വിട്ടിലിനെയാണേ. ഇതൊക്കെയാണ് ഇവൻ്റെ കളറേഷൻ ഇമ്പ്രൂവ് ആകാൻ വേണ്ടി ഏറ്റവും നല്ല ഫുഡ്. സാധാ വിട്ടിൽ കണ്ടില്ലേ? നമുക്ക് പണി വിളിക്കാം. എടാ ഇങ്ങോട്ട് വാടാ. വരുന്നുണ്ടോ? കയ്യിലും ചാടി കടിക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുത്തേക്കാം. കൊതിപ്പിക്കുക ഇച്ചിരി. കണ്ടോ. ഓക്കെ, അങ്ങനെ ആദ്യത്തേനെ അവൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ വിട്ടലിനെ കൊടുത്ത് കുറച്ച് സമയം ആയിട്ടുണ്ട്. അവൻ ഇനി അടുത്തതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. വിട്ടലിനെ കഴിച്ചാലൊന്നും ആകത്തൊന്നുമില്ല. നമ്മൾ രണ്ടാമതായിട്ട് കൊടുക്കുന്ന ഒരു ചെറിയൊരു തവളയാണ്. നോക്കി, കണ്ടില്ലേ? ഇവനും ചെറിയ കുഞ്ഞു തവളയാട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇവനെ നമുക്ക് കൊടുക്കാം. ആദ്യം ഇവനെ നമുക്ക് ഇങ്ങോട്ട് വരുത്തണം ഫുഡിന് വേണ്ടി. ബടി കണ്ടോ. അവൻ ഗൈസ് അതും കാണാൻ കിട്ടിയില്ല. ഞാൻ അത് കൊടുക്കാൻ തുടങ്ങിയില്ല, അതിനെ മണ്ടയ്ക്ക് പിടിച്ചേക്കുമായിരുന്നു. അവൻ ചാടി വന്ന് എടുത്തുകൊണ്ട് പോയി. അത് ക്യാമറക്കകത്ത് കിട്ടിയില്ല. അവൻ വിശന്ന് നിൽക്കുക നല്ലതായിട്ട്. കണ്ടില്ലേ? ചാടി വന്ന് ഇവിടെ വെച്ചതേ ഉള്ളൂ. അവൻ വന്ന് ചാടി എടുത്തോണ്ടങ്ങ് പോയി. കണ്ടില്ലേ? ഇനി പിന്നെയും വിശപ്പ് മാറിയിട്ടില്ല. അടുത്തതിന് വന്ന് നിൽക്കുക. കണ്ടില്ലേ?
2 ദിവസം ഒന്നും കൊടുക്കാതിരുന്നതിൻ്റെ ഒരു ഇതാണ് ഉണ്ടോ. എന്തായാലും നമുക്ക് അടുത്തത് ഗപ്പിയെ കൊടുത്തു നോക്കാം. നമ്മുടെ ഗപ്പിയും തിലാപ്പിയതിനകത്ത് കിടപ്പുണ്ട്. നമുക്കൊരു ഗപ്പിയെ പിടിക്കാം ആദ്യം. കണ്ടില്ലേ, ഇതിനെ നമുക്ക് ഇട്ട് കൊടുത്തു നോക്കടാ. ചാടിപ്പിടിക്കണം. അപ്പം ഗൈസ്, ഇവന് കണ്ടില്ലേ എൻ്റെ കൈയെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. നല്ല അഗ്രസീവായിട്ടുള്ള സ്നേക്ക് ഹെഡ് ഫിഷസ് ആണ് ഇവന്മാർ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇവന്മാർ ഫീഡ് ചെയ്യാൻ. ഇച്ചിരി അഗ്രസീവ്നെസ് ഒക്കെ വേണ്ടേ, എങ്കിലല്ലേ ഒരു രസമുള്ളൂ. നോക്കി ഇത്രയും തിന്നിട്ടും അവൻ്റെ വയറ് നിറഞ്ഞിട്ടില്ല. അപ്പം പിന്നെയും വന്നുകൊണ്ടിരിക്കുക. വാടാ, ഇത്ര എനിക്ക് ചാടാൻ പറ്റുമോ? ചാടാ ചാടാ ചാടാ. ചാടുന്നില്ല. ചാടുമ്പോൾ മിക്കവാറും എനിക്ക് കൈ കളയാൻ വയ്യ. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇല്ല, താഴെ പോയി. വേണ്ട, കണ്ടില്ല. ഞാൻ എൻ്റെ കയ്യിലോട്ടാ നോക്കുന്നത്. വേണ്ട, ചാടി വെളിയിലോട്ട് ചാടി. കൈക്കിട്ടാ കയറി കടിക്കുന്നത്. അപ്പം ഇവനെ സൂക്ഷിച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഇത്രാമത്തെ കടിയാ ഈ ദിവസം തന്നെ കിട്ടുന്നത്. അപ്പം കണ്ടില്ലേ ഗൈസ്, ചാടിയാണ് അവസാനം വെളിയിലോട്ട് ചാടി. അപ്പം സ്നേക്ക് ഹെഡ് സ്പീഷീസിനെ വളർത്തുന്നവരെന്തുമായാലും ശ്രദ്ധിക്കുക. ഒരു അതുകൊണ്ട് വെളിയിൽ ചാടിയിട്ട് പോകാൻ പിന്നെ വരുന്നുണ്ടല്ലേ. എന്തുണ്ടെങ്കിലും മൂടി വെക്കുക. ഒരു മൂടി എന്തായാലും വേണം കേട്ടോ. അതില്ലാതെ ഇവന്മാരെ വളർത്തല്. ചാടി എന്തായാലും പോകും. അതേത് സ്നേക്ക് ഹെഡാന്ന് പറഞ്ഞാലും ഇവന്മാർ ഇത് തന്നെയാണ് അവസ്ഥ. നമുക്ക് അവസാനത്തെ ഒരു തിലോപ്പിയ ഉണ്ട്, മറ്റേ ആൽബിനോ തിലോപ്പിയ അല്ലേ. അയ്യോ, അത് കയ്യിൽ നിന്ന് പോയി. നോക്കിക്കോണേ. ഓഹ് കേട്ടോ, കഴിച്ചു. എല്ലാം പെട്ടെന്നായിരിക്കും, എല്ലാം പെട്ടെന്ന്. എടാ മതിയടാ, ഇനി നിനക്ക് ഇല്ല. ഇന്നത്തേക്ക് കുറേ എണ്ണത്തിന് നീ കഴിച്ചു. ഇനി നാളെ ഉണ്ടോ ഇറക്കി. ഇനി വന്ന് ഓക്കെ. 2 ഗപ്പി, ഒരു തിലോപ്പിയ, ഒരു തവള, ഒരു വിട്ടില്, ഇത്ര എണ്ണത്തിനൊക്കെ അടിച്ചു. ഇനിയും എന്നാലും വരുക. മതി. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇവൻ്റെ പേരാണ് ഗോൾഡൻ കോബ്ര ചെന്ന ഓറൻഡി മാക്കുലേറ്റ. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് നമ്മളിതിനെ ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോൾ ഉള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് കാണും. അല്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം, ഇത് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ഫീഡിങ് വീഡിയോസൊക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മളിടാം. വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഫീഡ് ചെയ്യാം. പിന്നെ ഈ കുളത്തിൽ നിന്നുള്ള മീനെ പിടിച്ച് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാലും അതൊന്നാതെ അതിനകത്ത് ഞാൻ ഫീഡിങ്ങിന് വേണ്ടി ഇട്ടേക്കും. അതിനകത്ത് വാഹയും അതെല്ലാം കിടപ്പുണ്ട്, അലിഗേറ്ററും എല്ലാം കിടപ്പുണ്ട്. അവരിതിനെയാണ് ഭക്ഷിക്കുന്നത്. അപ്പം അത് വെച്ച് അതിന് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ ഫീഡിങ്ങിന് വേണ്ടി വളർത്തുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോക്കകത്ത് നിന്ന് ഇത്രേ ഉള്ളായിരുന്നു. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതുപോലെ തന്നെ നമ്മൾ മരുലിയോട്സിനും തീറ്റ കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ, അവനെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി ഇതെല്ലാം ഞാൻ മൂടി വെക്കട്ടെ, അല്ലെങ്കിൽ ഇവൻ എന്തായാലും ചാടിപ്പോവും. ഓക്കെ, ബൈ.